No. Good morning, students. Today we will discuss about the accounting for consignment. Consignment account എന്താന്ന് വെച്ചാൽ നമ്മളൊരു കമ്പനിയുടെ സെയില് അവർക്ക് കൂട്ടണം എന്ന ആവശ്യമുണ്ടെങ്കിൽ, അതായത് സെയിൽസിന്റെ ടെറിറ്ററി അവർക്ക് ഇൻക്രീസ് ചെയ്യിക്കണം, അല്ലെങ്കിൽ വോളിയൂം ഓഫ് സെയിൽസ് അവർക്ക് ഇൻക്രീസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അവര് ഒരു ഏജന്റിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവരുടെ സെയിൽസിന്റെ വിഡ്ത്ത് കൂട്ടുവാനായിട്ട് അവര് നോക്കും. അതിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. In order to increase the sales territory and volume of sales, it is practice of business concern to send goods to agent at other place for sale on commission basis. ഒരു കമ്മീഷൻ ബേസിസിൽ എന്ത് ചെയ്യുക, ഏജന്റ് അപ്പോയിന്റ് ചെയ്യാണ്. അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവരുടെ സെയിൽസ് വിട്ട് കൂട്ടുവാനായിട്ട് അവരെന്ത് ചെയ്യും, നോക്കും. The knowledge of an agent about the local conditions where he resides will be helpful in increasing sales at his place. ഇപ്പോൾ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, ആ ഏജന്റ് ഇപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സ്ഥലം എവിടെയാണോ അവിടുത്തെ ലോക്കൽ കണ്ടീഷനെ കുറിച്ച് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ഏജന്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് സെയില് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജന്റിന് സാധിക്കും. അവരുടെ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റ് അവിടെ എളുപ്പത്തിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഏജന്റിന് സാധിക്കും. Therefore, different agents are appointed for different places. ഇതുപോലെ തന്നെ കമ്പനികൾ പല ഏജന്റുകളെ പല പ്ലേസുകളിലായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. The agents so appointed will be supplied with necessary goods and will be required to follow instruction given with regard to sales, expense, commission, settlement of accounts. ഏജന്റ് അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഗുഡ്സിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളായിരുന്നു ആകാം. കുറച്ച് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ സെയിൽസിനെ കുറിച്ചാകാം. സെയിൽസ് എക്സ്പെൻസ് എങ്ങനെയായിരിക്കണം, കമ്മീഷൻ എത്ര ശതമാനമായിരിക്കും, സെറ്റിൽമെന്റ് എങ്ങനെയാണ്, അക്കൗണ്ട് സെറ്റിൽമെന്റ്, അതിനെ കുറിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കമ്പനി ഏജന്റിന് കൊടുക്കാറുണ്ട്. Then, meaning and definition of consignment. Consignment means transfer of goods from one person to another for sale on commission on behalf of the person who sent the goods. Consignment എന്ന് പറഞ്ഞത് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ സെയിൽ. അതായത് ഒരു വ്യക്തിയിൽ നിന്ന്, അത് കമ്പനിയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ വ്യക്തി ഓണർ, അത് എന്ത് ചെയ്യുക, അനദർ വ്യക്തിയിലേക്ക് അല്ലെ, അനദർ ഫോർ സെയിൽ, വേറെ ആൾക്ക് എന്ത് ചെയ്യുക, വിൽക്കാൻ വേണ്ടി കൊടുക്കാൻ, ഫോർ സെയിലിന് വേണ്ടിയിട്ട്. ഓൺ കമ്മീഷൻ, ആൾക്ക് ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കും. ഓൺ ദ ബിഹാഫ് ഓഫ് ദ പേഴ്സൺ, ആർക്ക് വേണ്ടിയിട്ടായിരിക്കും, അതിന്റെ ഓണർ, ആരുടെ സാധനമാണോ ആളുടെ ഗുഡ്സ് വേറെ ആൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കാൻ ഏൽപ്പിക്കുന്നു. ഓൺ ദ ബേസ് ഓഫ് കമ്മീഷന് വേണ്ടിയിട്ട്. ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം. ഡെഫിനിഷൻ അല്ല, മീനിങ്. Consignment means transfer of goods from one person to another for sale on commission on behalf of the person who sent the goods. The person who appoint and send goods to the agent to sell on commission basis is called the consignor. But the person who appoint and send goods to agent to sell on commission basis is called the consignor. ആരാണോ ഗുഡ്സ് നൽകുന്ന ആള്, ആരാണോ ഗുഡ്സ് ഏജന്റിന് നൽകുന്ന ആള് കമ്മീഷൻ ബേസിൽ, അദ്ദേഹത്തെ പറയുന്നതാണ് കൺസൈനർ. അതായത് ഇദ്ദേഹമായിരിക്കും യഥാർത്ഥ ഓണർ. ഒരു ഗുഡ്സ്, എൻ്റെ ഒരു ഗുഡ്സ് വിൽക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
ആ ഗുഡ്സ് വിൽക്കാനായിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആയിരിക്കും? കൺസൈനർ ആയിരിക്കും. The person to whom the goods are sent for sale on commission basis is called the consignee. ഇപ്പോൾ ആരാണോ ഗുഡ്സ് വിൽക്കാനായിട്ട് വാങ്ങിക്കുന്നത്, ആരാണോ കമ്മീഷൻ ബേസിൽ ഗുഡ്സ് വിൽക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്, അദ്ദേഹത്തെ പറയുന്നതാണ് കൺസൈനി. അപ്പോൾ കൺസൈനർ എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥനായിരിക്കാം. നമ്മൾ ആരെയാണോ വിൽക്കാൻ ഏൽപ്പിക്കുന്നത് ആ വ്യക്തിയെ പറയുന്ന പേരാണ് കൺസൈനി. അപ്പൊ കൺസൈനർ ഓണർ ആയിരിക്കും, കൺസൈനി എപ്പോഴും ഒരു ഏജന്റ് ആയിരിക്കും. To the consignor, the consignment of goods known as outward consignment. അപ്പോൾ കൺസൈനർ സംബന്ധിച്ചിടത്തോളം കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് കൺസൈൻമെന്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. And to the consignee, it is inward consignment. Consignment സംബന്ധിച്ചിടത്തോളം അത് inward consignment ആയിരിക്കും. Then definition: the consignment is defined as the shipment or transfer of goods by manufacturers or wholesalers to agents to sold by them on behalf of the senders of goods on the commission basis. Consignment എന്ന് പറഞ്ഞാൽ എന്താ? ഷിപ്മെന്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബൈ മാനുഫാക്ചർ ഓർ ഹോൾസെയിലേഴ്സ്. മാനുഫാക്ചർ ആവാം, ഹോൾസെയിലേഴ്സ് ആകാം, ഷിപ്മെന്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആക്കാം. ടു ഏജന്റ്സ് ടു സോൾഡ് ബൈ ദം ഓൺ ബിഹാഫ് ഓഫ് സെൻഡേഴ്സ് ഓൺ ദ ബേസ് ഓഫ് കമ്മീഷൻ. അപ്പോൾ സെൻഡേഴ്സിന് വേണ്ടി കണ്ട് എന്ത് ചെയ്യുക? ഏജന്റ് അത് ഗുഡ്സ് വിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഏജന്റിന് കിട്ടുന്നത് പ്രതിഫലം എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ആയിരിക്കും. അദ്ദേഹം കമ്മീഷന്റെ ബേസിൽ അദ്ദേഹം ഗുഡ്സ് വിറ്റ് നൽകുകയായിരിക്കും ചെയ്തത് കൺസൈനർക്ക്. Then next we discuss about what are the features of consignment of business. The following are the important features or characteristics of consignment business. First is the ownership. Ownership in the goods rests with the consignor till sold by the consignee. When goods are sold by the consignee, it is automatically transferred to the buyer. എപ്പോഴും ഒരു ഗുഡ്സിന്റെ ഓണർഷിപ്പ് കൺസൈൻമെന്റ് അക്കൗണ്ടില് കൺസൈനർക്കായിരിക്കും. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന ആരാണോ അദ്ദേഹത്തിനായിരിക്കും അതിന്റെ ഉടമസ്ഥാവകാശം. ഇനി നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ആരിലേക്ക് പോകും? ബയറിലേക്ക് പോകും. അതായത് കൺസൈനി ആ ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് വിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അത് ബയറിലേക്ക് പോകും. അതിവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, കൺസൈനിക്ക് അവിടെ കൈവശാവകാശ പൊസഷൻ മാത്രമേ ഉള്ളൂ, അത് ഓണർഷിപ്പ് ഇല്ല. ഓണർഷിപ്പ് എപ്പോഴും യഥാർത്ഥ ഉടമസ്ഥനായിട്ടുള്ള കൺസൈനർക്കും ആ കൺസൈനി വിൽക്കുമ്പോൾ ആരാണോ ആ ഗുഡ്സ് വാങ്ങിക്കുന്നത് ആ വാങ്ങിക്കുന്ന ആളിലേക്ക് വാങ്ങിക്കുന്ന സമയത്ത് ബയറിലേക്ക് ആ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. അല്ലാതെ കൺസൈനിക്ക് അവിടെ ഓണർഷിപ്പ് ഇല്ല. കൺസൈനിക്ക് എന്ത് മാത്രമുള്ളൂ? പൊസഷൻ മാത്രമേ ഉള്ളൂ. Then second point, risk. The consignor has to bear all the risk connected with the goods till it is sold. എപ്പോഴാണോ നമ്മൾ ഗുഡ്സ് വിൽക്കുന്നത് ആ വിൽക്കുന്ന സമയം വരെയുള്ള എല്ലാ ലോസുകളും ആര് ഏറ്റെടുത്തിരിക്കണം? കൺസൈനർ ഏറ്റെടുത്തിരിക്കണം. ആ റിസ്ക് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ടോ ആ റിസ്കുകളൊക്കെ നികത്തുവാനായിട്ട്, ആ റിസ്കുകളൊക്കെ സഫർ ചെയ്യാനായിട്ട് ആര് ബാധ്യസ്ഥനാണ്? കൺസൈനർ ബാധ്യസ്ഥനാണ്. ഇറ്റ് ഈസ് നോട്ട് പാസ്ഡ് ടു ദ കൺസൈനി. ദ റിസ്ക് മേ ബി ഡ്യൂ to loss of goods in transit or at the godown of the consignee, or due to bad debts arising out of ready sales,
All these losses are to be borne by the consignor. It is not passed to the consignee. ഈ റിസ്ക് ഒരിക്കലും കൺസൈനിക്ക് പാസ് ചെയ്യില്ല. അതായത് കൺസൈനിക്ക് ഓൺലി എന്ത് മാത്രമേ ഉള്ളൂ, പൊസഷൻ അവകാശം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. അതായത് ഗുഡ്സ് വിറ്റിട്ടില്ലെങ്കിൽ, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടില്ല സമയത്ത് ലോസ് വരുന്നുണ്ട്. Then at the go down of the consignee സമയത്ത് എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നുണ്ട്. ഡ്യൂ ടു ബാഡ് ഡെപ്റ്റ്, ക്രെഡിറ്റ് സെയിൽ എടുത്തുമ്പോൾ എന്ത് വരും, ബാഡ് ഡെപ്റ്റ്സ് റൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ലോസുകളും വരുമ്പോൾ അതെല്ലാം ആര് സഫർ ചെയ്തോളണം? കൺസൈനർക്കാണ്. അത് യഥാർത്ഥ ഉടമസ്ഥനാണ് അതിന്റെ റിസ്ക് ഫുള്ള് വരുന്നത്. കൺസൈനിക്ക് ഇതിൽ യാതൊരു റിസ്ക്കും ഉണ്ടായിരിക്കുന്നതല്ല. അത് അയക്കേണ്ട ആവശ്യമില്ല. ഇത് ഓണർഷിപ്പ് ഉള്ള ആരാണോ അത് കൺസൈനറാണ്. കൺസൈനർക്കായിരിക്കും എല്ലാ റിസ്ക്കും വരിക. Third, possession. The goods will be in the possession of the consignee till it is sold by him on behalf of the consignor. So goods will be possession of consignor സംബന്ധിച്ചിടത്തോളം കൺസൈനർ വിൽക്കാൻ വേണ്ടിയിട്ട് കൺസൈനിക്ക് കൊടുക്കുന്നു തുടങ്ങിയിട്ട് ബയറിലേക്ക് അത് വിൽക്കുന്നത് വരെ, ബയർക്ക് കൊടുക്കുന്നത് വരെ ഉള്ള ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത്ര പീരീഡ് ഓഫ് ടൈമാണ് അത് ടൈം പീരീഡ്. ആ ടൈം പീരീഡിൽ കൈവശം വയ്ക്കുവാനുള്ള അവകാശം മാത്രമേ ആർക്കുള്ളൂ? കൺസൈനർക്ക് ഉള്ളൂ. Fourth, relationship. Relationship between the consignor and consignee is that of a principal and an agent. ഇവിടെ കൺസൈനർ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ കൺസൈനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. Then bearing of expense. Expense connected to a consignment are to be borne by the consignor. എക്സ്പെൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് കൺസൈനർ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. The consignee has to pay expense on consignment which will be later deducted from the sale proceeds of the goods. അപ്പോൾ എക്സ്പെൻസ് കൺസൈൻമെന്റ് ആയിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസുകളെല്ലാം തന്നെ മീറ്റ് ചെയ്യേണ്ടത് കൺസൈനർ ആണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ കൺസൈനി ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് ചെയ്യുന്ന സമയത്ത് കൺസൈനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകൾ സെയിൽസിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടാണ് കാണിക്കുക. Then sixth, repossession of goods. The goods can be repossessed by the consignor at any time from the consignee. Consignee repossess തിരിച്ചു വാങ്ങി, കൈവശാവകാശം തിരിച്ചു വാങ്ങിക്കുകയാണ്. കൺസൈനർക്ക് ഏത് സമയത്തും എന്ത് ചെയ്യാൻ പറ്റും? റീപ്രൊസസ് ചെയ്യാനായിട്ട് സാധിക്കും. അറ്റ് എനി ടൈം ഫ്രം ദ കൺസൈനി, ഏത് സമയത്ത് വേണമെങ്കിലും റീപ്രൊസസ് ചെയ്യാൻ, ഗുഡ്സ് റീപ്രൊസസ് ചെയ്യാനായിട്ട് സാധിക്കും. കൺസൈനറുടെ കയ്യിൽ നിന്ന് കൺസൈനർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? അവരുടെ ഗുഡ്സ് തിരികെ വാങ്ങിക്കാം. Then stock of goods. The unsold goods with the consignee is treated as stock of the consignor. ഇനി കൺസൈനർ വിൽക്കാത്ത ഗുഡ്സുകൾ, വിൽക്കാത്ത ഗുഡ്സുകളാണ് എന്ത് പറയാ? സ്റ്റോക്ക് എന്ന് പറയാം. അപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് കൺസൈനി വിൽക്കാത്ത ഗുഡ്സുകൾ എന്തായിരിക്കും? കൺസൈനറുടെ സ്റ്റോക്ക് ആയിരിക്കും. Then 8, sharing of profit. Profit or loss on consignment is not shared. പ്രോഫിറ്റോ ലോസോ കൺസൈൻമെന്റിലുള്ളത് നമ്മൾ എന്ത് ചെയ്യാറില്ല? ഷെയർ ചെയ്യാറില്ല. അത് കൺസൈനർക്ക് ഇത്ര എമൗണ്ട്, കൺസൈനിക്ക് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. ദ എൻറ്റയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഗോ ടു കൺസൈനർ. കൺസൈൻമെന്റിൽ ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഫുൾ ലാഭം ആർക്കുള്ളതായിരിക്കും? കൺസൈനർക്കുള്ളതായിരിക്കും. അല്ലാതെ കൺസൈനിക്ക് ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറില്ല. കൺസൈനിക്ക് നമ്മൾ കൊടുക്കുന്നതാണ് കമ്മീഷൻ.
9 point commission. A fixed percentage of commission on sale is given to the consignee as his remuneration. അദ്ദേഹത്തിന്റെ കൺസൈൻ്റെ റെമ്യൂണറേഷൻ ആയിട്ട് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കും. Then consignment and sales. The goods sent by the consignor to the consignee cannot be considered as sales at the time of consignment as the ownership in the goods does not pass to the consignee. അപ്പോൾ കൺസൈൻമെന്റും സെയിലും ഒന്നാണോ? ഒരിക്കലും ഒന്നല്ല. കൺസൈൻമെന്റ് വേറെ ഒരു ആസ്പെക്റ്റ് ആണ്, സെയിൽ എന്ന് പറയുന്നത് വേറൊരു ആസ്പെക്റ്റ് ആണ്. The goods sent by the consignor to the consignee cannot be considered as sales. കൺസൈനിക്ക് ഗുഡ്സ് കൊടുക്കുമ്പോൾ അത് സെയിൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. At the time the consignment as ownership in the goods does not pass it to the consignee. കൺസൈനിക്ക് ഗുഡ്സ് പാസ് ചെയ്യുമ്പോൾ, വിൽക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അതിന്റെ ഓണർഷിപ്പ് കൊടുക്കുന്നില്ല. അതിന് എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ? അതിന്റെ പൊസഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൺസൈൻമെന്റ് സെയിൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. The consignor remains to the owner till the goods sold by the consignee. പക്ഷെ consignor remains to the owner till the goods are sold by the consignee. Therefore, consignment is different from the sales. അതുകൊണ്ട് എന്താണ്, സെയിൽസ് ആയിട്ട് നോക്കുമ്പോൾ ഇത് എന്തായിരിക്കും? എൻറ്റയർലി ഡിഫറെന്റ് ആണ്. The difference between consignment and sale. First, basics of difference. First, ownership. Consignment called ownership. Ownership in the goods are not transferred to the consignor. അത് പറഞ്ഞു, ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്യാറില്ല. സെയിൽസിലാണെങ്കിൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ. ബയർക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. സെക്കൻഡ് പറഞ്ഞു റിലേഷൻഷിപ്പ്. കൺസൈൻമെന്റിൽ the relationship between the consignor and consignee is that of a principal and an agent. ഒരു ഏജന്റും ഒരു പ്രിൻസിപ്പളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എവിടെ വരുന്നത്? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ വരുന്നത്. കൺസൈനറും കൺസൈനിയും തമ്മിൽ. സെയിൽസില് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ the relation between the seller and the buyer is that of creditor and debtor. ഇത് ക്രെഡിറ്ററും സെല്ലറും ഡെപ്റ്ററും റിലേഷൻ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്ററും ഡെപ്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും വരിക. തേർഡ്, റിസ്ക്. The risk in the goods is not transferred to the consignee. റിസ്ക് കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. സെയിലിൽ അങ്ങനെയല്ല. സെയിലിൽ റിസ്ക് ഇൻ ദ ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ. ഗുഡ്സിന്റെ റിസ്ക് ബയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. Then expense. All expense including selling expense are borne by the consignor. All expense, എല്ലാ എക്സ്പെൻസും കൺസൈൻമെന്റിലെ എല്ലാ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സെല്ലിംഗ് എക്സ്പെൻസ് ആർ ബോൺ ബൈ ദ കൺസൈനർ. ഇതെല്ലാം ആര് മീറ്റ് ചെയ്തോളണം? കൺസൈനർ മീറ്റ് ചെയ്യണം. Then expense incurred after sale of goods the borne by the buyer. അതായത് സെയിലിന് ശേഷം ആണ് എക്സ്പെൻസ് ഉണ്ടാവുന്നതുണ്ടെങ്കിൽ അത് ആര് മീറ്റ് ചെയ്തോളണം? ബയർ മീറ്റ് ചെയ്തോളണം. ഫിഫ്ത്ത്, റിട്ടേൺ ഓഫ് ഗുഡ്സ്. ദ കൺസൈൻമെന്റിൽ the consignee has right to return unsold goods. വിൽക്കാത്ത ഗുഡ്സ്, കൺസൈനി വിൽക്കാത്ത ഗുഡ്സ് ഉണ്ടെങ്കിൽ ആർക്ക് ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കും? കൺസൈനർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കും. എന്നാൽ സെയിലിൽ the buyer cannot return the goods when otherwise agreed. ഒരു എഗ്രിമെന്റ് പ്രത്യേകിച്ചില്ല എന്നുണ്ടെങ്കിൽ സെല്ലർ വിറ്റ സാധനം
സെല്ലർ ബയർക്ക് കൊടുത്ത സാധനം തിരിച്ചെടുക്കുന്നതല്ല. അത് നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അവിടെ സെല്ലർ നമുക്ക് സാധനം വെച്ചു, നമ്മൾ വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ തിരിച്ചെടുക്കില്ല. അതായത് എഗ്രിമെന്റ് പ്രകാരം ഇപ്പൊ 2 ദിവസത്തിനുള്ളിൽ എടുക്കാന്ന് പറയുകയാണെങ്കിൽ ഇത്ര കൊണ്ടുവന്നാൽ എടുക്കും എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ, അല്ലാതെ ആ ഗുഡ്സ് എടുക്കില്ല. 6th, account sales. The consignee has to send a periodical statement called account sales showing the detailed transaction in connection with the consignment. So consignment has to send a periodical statement. Periodical statement, account statement, details, transaction details വെച്ചുകൊണ്ട് consignment account കൊടുക്കാറുണ്ട്. The sales the buyer need not send such statement. ബയർ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട, ബയറുടെ സാധനമായി കഴിഞ്ഞു, പിന്നെ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. Then 7th, repossession of goods. Goods sent to the consignee can be called back at any time. ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, കൺസൈനിക്ക് ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കാം, കൺസൈനർക്ക് ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കാം കൺസൈനിയുടെ കയ്യിൽ നിന്ന്. സെയിൽസിന്റെ കേസിലാണ് ഗുഡ്സ് വൺ സോൾഡ് cannot be called back. ഗുഡ്സ് വൺ സോൾഡ്, ഒരു നമ്മൾ വിറ്റ ഗുഡ്സ് നമുക്ക് തിരിച്ചു വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. 8, ഓർഡറിംഗ് ഓഫ് ഗുഡ്സ്. കൺസൈൻമെന്റിൽ the goods are sent without any order from the consignee. കൺസൈനിയുടെ ഓർഡർ ഇല്ലാതെ. The goods are sent without any order from the consignee. സെയിൽസിലാണെങ്കിലോ there must be order from the buyer. സെയിൽസിലാണെന്ന് പറഞ്ഞാൽ there must be an order. നമ്മളൊരു ഓർഡർ കൊടുക്കും, നമ്മളിപ്പോൾ ഗുഡ്സ് വേണമെന്ന് പറയും, നമുക്ക് എന്ത് ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം, ബയർക്ക് വാങ്ങിക്കാം ഗുഡ്സ്. The 9th, stock of goods. The unsold goods with the consignee is treated as the stock of the consignor. The consignee വിൽക്കാത്ത ഗുഡ്സ് ഒക്കെ കൺസൈനറുടെ സ്റ്റോക്ക് ആയിട്ട് മാറും. Then the seller has nothing to do with the unsold goods of the buyer. നമ്മളിപ്പോ സെല്ലർ ബയർക്ക് കൊടുത്തു, ബയറിന് വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ അതില് സെല്ലറുടെ സ്റ്റോക്ക് ആയിട്ടൊന്നും മാറില്ല. അത് സെല്ലർ ഹാസ് നത്തിങ് ടു ഡു, ചെയ്യാൻ പറ്റില്ല. എന്റെ വിറ്റ്, നമ്മളിപ്പോ ഞാൻ ഗുഡ്സ് ഒരാൾക്ക് വിറ്റു, ആള് ആ ഗുഡ്സ് വാങ്ങിച്ചു, എന്നിട്ട് ആള് വേറെ ആൾക്ക് കൊടുക്കുന്ന സമയത്ത് ആൾക്ക് വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ സെല്ലർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് ഓൾറെഡി നമുക്ക് ബയ്യർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. The 9th, proforma invoice. Consignment. The statement sent by the consignor along with the goods consigned is called the proforma invoice. അപ്പോൾ നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ടില് സ്റ്റേറ്റ്മെന്റ് ബൈ ദ കൺസൈനർ അലോങ് വിത്ത് ദ ഗുഡ്സ് കൺസൈൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് അതിന്റെ കൂടെ വെക്കാറുണ്ട്. ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ് പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയും. എന്നാൽ സെയിൽസിൽ ഇൻ സെയിൽ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് നോൺ ആസ് ആൻ ഇൻവോയ്സ്. സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതിന്റെ കൂടെ വെക്കുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇൻവോയ്സ് ആണ്. ഇമ്പോർട്ടന്റ് ടേംസിൽ നമുക്ക് ഫസ്റ്റ് ടേം നോക്കാം. ദ പ്രൊഫോമ ഇൻവോയ്സ്. A proforma invoice is a statement prepared and sent by the consignor to the consignee along with the goods dispatched. Goods dispatch ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് അതിന്റെ കൂടെ വെക്കാറുണ്ട് കൺസൈനർ വിത്ത് കൺസൈനർ. അതിന് പറയുന്ന പേരാണ് എന്ന് പറഞ്ഞത് പ്രൊഫോമ ഇൻവോയ്സ്. The proforma invoice is a statement prepared and sent by the consignor to the consignee along with the goods dispatched. It contains information regarding quantity, quality, price, packing of goods dispatched. ആ ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രൈസ്, അതിന്റെ പാക്കിംഗ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. Such an invoice is exactly like an actual invoice in appearance. Actual invoice പോലെയാണ്. But it does not make the consignee responsible to pay the amount mentioned therein. ഇത്ര എമൗണ്ട് എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. It does not make consignee responsible to pay the amount mentioned therein. The proforma invoice can be prepared either at cost price, ഒന്നുമില്ല കോസ്റ്റ് പ്രൈസിലായിരിക്കും,
or at invoice price, loader price, inflated price. അപ്പോൾ ഒന്ന് കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പ്രൊഫോമ ഓഫ് ഇൻവോയ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. Thank you for the class. Have a nice day for you.